വാണിജ്യ LPG വില വർധനവ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വില വർധനവ് ബേക്കറി ഉടമകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബേക്കറി ഉടമകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ബ്രെഡ്, ബൺ, റസ്ക് തുടങ്ങിയ നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദന ചെലവ് ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ഉൽപ്പന്നങ്ങളുടെ വിലയെയും ബാധിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ധന വില നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട ബേക്കറി യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാവുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് അസോസിയേഷൻ കത്തയച്ചതായും സംഘടന വിശദീകരിച്ചു. പാചകവാതകത്തിന്റെ റേറ്റ് ഒറ്റയടിക്ക് ഏകദേശം 900 ചില കൂട്ടിയിട്ടുള്ളത്. ആ ഒരു കൂട്ടല് പല ഈ ബേക്കറി മേഖലയില് മാത്രമല്ല പല മേഖലക്കും പ്രതിസന്ധിയാണ്. കാരണം ഒരു ക്രമാതീതമായിട്ടൊരു വർധനവാണ്. അപ്പൊ നമുക്ക് ബണ്ണ്, ബ്രെഡ്, റസ്ക് അങ്ങനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു ഭാരം വരുന്ന സാധാരണക്കാർക്ക് തന്നെയാണ്. അപ്പോ ഈ ഒരു സംഗതി മൊത്തത്തിലുള്ള ഒരു വിലവർദ്ധനയിലേക്ക് എല്ലാവരെയും നയിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓൾറെഡി കേന്ദ്ര പെട്രോളിയം പാചകവാതക വകുപ്പ് മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിക്ക് അസോസിയേഷൻ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ പല ചെറുകിട ആളുകൾക്കും ഈ വിലവർദ്ധന താങ്ങാൻ പറ്റാത്ത കാരണം പ്രൊഡക്ഷൻ നിർത്തിവെക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് പല തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. റഷീദ് മുബാറക്ക്, ഹംസ ഒലീവ്, സമീർ സോണാസ്, സിബ്ഗത്ത് കുക്കീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.